എനിക്ക് വളരെയധികം സഹതാപം തോന്നുന്ന ഒരു വിഭാഗമാണ് ടീച്ചേഴ്സ്. നല്ല കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ടീച്ചർമാരോട് തോന്നുന്നത്. കാരണം ആ ഒരു ട്രാപ്പിൽ പെട്ടുകിടക്കുക ടീച്ചേഴ്സ്, ദ ടീച്ചിങ് കമ്മ്യൂണിറ്റി. വാട്ട് ഈസ് ദ ട്രാപ്പ്? ഏതൊരു കുട്ടിയും പാരൻറ്റും ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് ആദ്യം ചോദിക്കുന്ന ആരോടാണ്? അധ്യാപകരോടാണ്. അപ്പോൾ അധ്യാപകൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ദ എപ്പിറ്റോം ഓഫ് വാട്ട്? നോളേജ് അല്ലേ? അങ്ങനെയാണ് സൊസൈറ്റി ചാർത്തി കൊടുത്തിരിക്കുന്നത്. യെസ്, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. അവരാണ് ഒരു രാജ്യത്തെ കൺസ്ട്രക്ട് ചെയ്യുന്നത് അധ്യാപകരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം എല്ലാ ദിവസവും ടീച്ചേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ ഇതിന് കൃത്യമായ ആൻസർ കൊടുക്കാൻ പറ്റിയാൽ നല്ലത്. പറ്റിയില്ലെങ്കിൽ അതവരെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു ചോദ്യമായി മാറും. സാധാരണ ഒരു പാരൻ്റ് എന്താ പറയുക? ടീച്ചറിനത് അറിയില്ലേ, പിന്നെ നിങ്ങളെങ്ങനെ ടീച്ചറായത്? അപ്പോൾ അവരുടെ ആ ഒരു ഡിഗ്നിറ്റിയെ, അവരുടെ ആ ഒരു പ്രൊഫഷനെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. കൃത്യമായിട്ടൊരു കരിയർ ആൻസർ കൊടുക്കാൻ പറ്റി. സോ ദേ വിൽ ട്രൈ ടു മേക്കപ്പ് ദാറ്റ്. അവരെന്തെങ്കിലുമൊക്കെ ആൻസർ, അത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഒരു പക്ഷേ ആ ആൻസർ എന്തായിരിക്കില്ല, കൃത്യമായൊരു ഒതൻറ്റിക് ആൻസർ ആവണമെന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു ടെൻഷനും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ടീച്ചറിനുണ്ടാവും. എനിക്കിത് പറയാനും പറ്റുന്നില്ല, എന്നാൽ പറയാതിരിക്കാനും സാധിക്കാത്ത അവസ്ഥ. അപ്പോൾ ഈ രീതിയിൽ ട്രാപ്പായി കിടക്കുന്ന ആളുകളാണ് ഇൻ ടൈംസ് ഓഫ് കരിയർ എൻക്വയറി ഈ ടീച്ചിങ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്.